ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ സൈറ്റിൽ വർക്കല സൈറ്റിൽ ലിൻഡിൽ കോൺക്രീറ്റ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളടുത്ത 4 വരി സോൾട്ട് ബ്രിക്ക് കെട്ടാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മേളിൽ നമ്മൾ 8 ഇഞ്ച് ഹോളോ ബ്രിക്സാണ് കെട്ടുന്നത്. അപ്പോൾ 8 ഇഞ്ച് കല്ല് ഇതിൻ്റെ മുകളിൽ കുറേശ്ശെ കയറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മളിന്ന് ഉള്ളത് 2 ഹെൽപ്പർ, 1 മേസ്തിരി. അപ്പോൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരു മേസ്തിരിയും കൂടി വിളിക്കാത്തത് എന്തിനാ ഒറ്റയ്ക്ക് പോയി ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിപ്പം ഞങ്ങളെ നാട്ടിൽ നിന്ന് ഏകദേശം 79 കിലോമീറ്റർ ദൂരമുണ്ട് ഈ സൈറ്റ്. അപ്പോൾ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഇത്രയും ലോങ് വന്ന് വർക്ക് ചെയ്ത് പോകാൻ ആരും തയ്യാറല്ല. കാരണം അവർ പറയുന്നത് വെച്ചാൽ ഇത്രയും ലോങ് പോയി യാത്രയും ചെയ്ത് വർക്കും ചെയ്ത് പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് അടുത്ത ദിവസം ഭയങ്കര ക്ഷീണമായിരിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വർക്കല ഈ ഭാഗത്തുള്ള ഒരു മേസ്ത്രി ഒരു ദിവസം എൻ്റെ കൂടെ വർക്കിന് വന്നു. പിന്നെ എന്താണെന്ന് അറിയത്തില്ല, ക്ലയൻറ്റ് പറഞ്ഞു ചേട്ടന് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചേട്ടൻ ചെയ്തു തരാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഈ ലിൻഡിൻ്റെ മേളിൽ കോൺക്രീറ്റ് കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ 4 സൈഡിലും നമ്മൾ ഈ തട്ട് ലെവല് ഹോളോ ബ്രിക്സ് വെച്ച് കെട്ടുമ്പോൾ ഏതായാലും ഇഷ്ടികയായിരുന്നാലും റെഡ് ബ്രിക്ക് ആയിരുന്നാലും ഏത് ബ്രിക്ക് വെച്ച് കെട്ടിയാലും നമ്മൾ ഫസ്റ്റ് ലൈൻ തൂക്കിട്ടാക്കി തൂക്കി ലെവലാക്കി എടുക്കണം. കാരണം പല സൈറ്റിലും വരുന്ന പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും ഫസ്റ്റ് ലിൻഡിലിൻ്റെ മേളിൽ വെക്കുന്ന കല്ല് തൂക്കുമ്പോൾ അവരെപ്പോഴും തൂക്കിട്ടാക്കി ലെവലെടുക്കുന്നത് ഈ ലിൻഡിൽ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ അടിയിലത്തെ വരിക. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളെപ്പോഴും ലിൻഡിൽ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ടോപ്പ് ലെവൽ കെട്ടുമ്പോൾ ഫസ്റ്റ് വയ്ക്കുന്ന കല്ല് നമ്മൾ വരി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ബേസ്മെൻറ്റിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു കല്ലിൽ തന്നെ തൂക്കിയെടുക്കണം. അങ്ങനെ തൂക്കിയെടുത്തു കഴിഞ്ഞാൽ വരി ഫുള്ള് ഒറ്റ ഏറ്റായിരിക്കും. നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ അത് വലിയൊരു സഹായമായിരിക്കും. നമുക്ക് ഒരുപാട് ചാന്തുകനം കയറില്ല. കാരണം പല വീഡിയോയിലും ഞാൻ അത് കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം ലിൻഡിലിൻ്റെ മേളിലത്തെ ലൈന് മൊത്തം മറിഞ്ഞു പോകും. അതിപ്പോൾ അത് വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. കാരണം നമ്മൾ ലിൻഡിലിൻ്റെ കോൺക്രീറ്റിൽ ഒന്നെങ്കിൽ കോൺക്രീറ്റിൽ തൂക്കിയെടുക്കും. കാരണം അപ്പോഴത്തെ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെ ചെയ്യാതെ ഏറ്റവും താഴത്തെ ലൈനിൽ തൂക്കിയെടുത്തു കഴിഞ്ഞാൽ വരി നമുക്ക് കറക്റ്റായി കിട്ടും. ഒരു മറിവോ ഒന്നും കാണില്ല. പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ കറക്റ്റ് ഏറ്റായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 1 അടി കല്ലാണ് കേട്ടോ. അപ്പോൾ താഴെ കെട്ടി അതേ സെയിം കല്ലാണ്. നമ്മൾ സാധാരണ കെട്ടുന്നത് 1.25 കല്ലിട്ടാണ് ഞങ്ങൾ നാട്ടിൽ കെട്ടുന്നത്. അപ്പോൾ ഇവിടെ 1 അടി കല്ലാണ്. അപ്പോൾ 1 അടി കല്ല് കെട്ടുമ്പോൾ നമുക്ക് വരി ഒരുപാട് നീളം പോകത്തില്ല. കാരണം വെച്ച് എത്ര വെച്ചാലും വരി എത്തില്ല. ഏകദേശം ഒരു 10 കല്ല് വെക്കേണ്ടടുത്ത് ഈ 1 അടി കല്ലാണെങ്കിൽ നമുക്കൊരു 15 കല്ലെങ്കിലും വെക്കേണ്ടി വരും. അപ്പോൾ അത്രത്തോളം റിസ്ക്കും ഉണ്ട്. പിന്നെ ഇത് ടോട്ടൽ നമ്മൾ എൻ്റെ കാൽക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മേസ്തിരിയുടെ പണിയാണ് ഞാൻ കാൽക്കുലേഷൻ ചെയ്തത്. അപ്പോൾ എത്രത്തോളം വരി നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം നമുക്ക് 4 സൈഡും കറങ്ങി സെൻസൈഡ് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ കോൺക്രീറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ചാരം കെട്ടേണ്ടി വരും. അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. പിന്നെ 2 ഹെൽപ്പർ, കാരണം ഒരു ഹെൽപ്പർ കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിൻഡിലിൻ്റെ മേളിൽ കോൺക്രീറ്റ് കെട്ടാൻ നേരത്ത് മാക്സിമം നമുക്കൊരു 3 ഹെൽപ്പറെങ്കിലും വേണം. കാരണം ഒരു ഹെൽപ്പർ എപ്പോഴും കോൺക്രീറ്റ് ഷെയ്ഡിൻ്റെ മേളിൽ വേണം. കാരണം നമുക്കൊരു കല്ലെടുത്തുകൊണ്ട് അങ്ങോട്ട് വെച്ച് തരാനോ സിമൻറ്റ് മിക്സ് ചെയ്ത് ചാന്തെടുത്ത് തരാനോ അതിനൊക്കെ വേണ്ടി നമുക്കൊരു ഹെൽപ്പർ വേണം. 2 ഹെൽപ്പർ താഴെ വേണം. കാരണം വെളിയിൽ നിന്നാണ് കല്ലെടുത്തുകൊണ്ട് വരേണ്ടത്. അപ്പോൾ നമുക്ക് വരി വളരെ സ്പീഡിന് ഫാസ്റ്റായിട്ട് വർക്ക് നടക്കണമെങ്കിൽ മാക്സിമം 2 ഹെൽപ്പർ വേണം. പിന്നെ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് ഒരു പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ സൗണ്ട് പതറുന്നുണ്ട്. അത് പതറുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്തിട്ട് അത്ര നല്ല ചൂടാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ചൂടാണ്. അപ്പോൾ അത്രയും വർക്കും ചെയ്തിട്ട് നമ്മൾ ഈ വോയിസ് റെക്കോർഡിങ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് ആ ഓണറാണ് കേട്ടോ. ആ പോയത് ഓണറാണ് ഇതിൻ്റെ. കാരണം പുള്ളിക്കാരനും നമ്മളെ കൂടെ നിന്ന് പറ്റുന്ന അത്രയും എത്രത്തോളം പറ്റുമോ ആ രീതിയിൽ നമ്മളെ സഹായിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ നമ്മൾ സിമൻറ്റ് മിക്സിങ് എന്ന് പറയുന്നത് നമ്മൾ 7 ചട്ടിക്ക് 1 ചട്ടി, അതായത് 7 ചട്ടി മണലിന് 1 ചട്ടി സിമൻറ്റാണ് ഇട്ടിരിക്കുന്നത്. കാരണം 8 ഇഞ്ച് ബ്രിക്കാണ്. അപ്പോൾ 8 ഇഞ്ച് ബ്രിക്കിന് നമുക്ക് 7 ചട്ടി മണ്ണിട്ട് കെട്ടുന്നതായിരിക്കും നല്ലത്. കാരണം സിമൻറ്റ് വളരെ കുറവൊന്നും ആകത്തില്ല. സിമൻറ്റ് കറക്റ്റ് ഫുൾ ചട്ടി നമ്മൾ മണ്ണ് എങ്ങനെ അളന്നിടുന്നു അതിനനുസരിച്ച്
സിമൻറ്റും അളന്നിടണം. പിന്നെ ഇവിടെ ചില ആൾക്കാർ ചെയ്യുമ്പോൾ നമ്മൾ ഗ്രൂ വരച്ചൊന്നും വിടുന്നില്ല, കാരണം ഇത് ഫുൾ പ്ലാസ്റ്ററിങ് ഉള്ളതാണ്. അപ്പോൾ പ്ലാസ്റ്ററിങ് ഉള്ളതുകൊണ്ട് നമ്മൾ വരച്ച് വിടുന്നില്ല. പിന്നെ ഫ്രണ്ട് സിറ്റ് ഔട്ട് നമ്മൾ 8.5 അടി ഹൈറ്റിനെ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ 2 വരിയേ വെക്കുന്നുള്ളൂ. അപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞ് 2 വരി വെച്ചാൽ മതിയെന്ന്. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ തട്ടടിച്ച് വാർത്ത് എടുക്കുകയാണ്. പിന്നെ ഈ സൈറ്റിൽ പറയാതിരിക്കാൻ വയ്യാത്ത കാര്യം, കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല വെയിൽ, നല്ല ചൂടാണ് ഇപ്പം. പക്ഷേ നമ്മൾ ചില സൈറ്റിൽ പോകുമ്പോൾ നമുക്ക് കുടിക്കാൻ വെള്ളം പോലും കിട്ടാറില്ല ചില സൈറ്റിൽ. കാരണം നമ്മൾ വെള്ളത്തിൻ്റെ കേസ് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വർക്ക് തന്നിട്ടുണ്ട്, വെള്ളം തരണമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു സൈറ്റിൽ നമ്മൾ വർക്കിന് വന്ന് നമുക്ക് ചൂടായതുകൊണ്ട് കുടിക്കാൻ വെള്ളം, കാപ്പി, ഊണ് ഇതെല്ലാം നമുക്ക് ക്ലയൻറ്റാണ് നമുക്ക് കൊണ്ട് തരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള സന്തോഷമുണ്ട്. ആ ഒരു ലെവലിലാണ് നമ്മൾ ഈ സൈറ്റിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മളെക്കൊണ്ട് എത്രത്തോളം ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ അവിടെ വർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമുക്ക് തരുന്ന വെള്ളം, നമുക്ക് തരുന്ന ആഹാരം, അതിന് നന്ദി മാത്രമല്ല നമ്മൾ കാണിക്കുന്നത്, നമ്മുടെ അടുത്ത് കാണിക്കുന്ന ഒരു സ്നേഹം, ആ ഒരു സ്നേഹം നമ്മൾ തിരിച്ച് നമ്മളെ വർക്കായിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. അതായത് നമുക്ക് എത്രത്തോളം വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ടോട്ടൽ വരുന്നത് 4 വരിയാണ്. അപ്പോൾ 4 വരി ഹൈറ്റ് വരുമ്പോൾ 2.10 നമുക്ക് തറയിൽ നിന്ന് തട്ട് ലെവൽ വരുന്നത്, 2.10. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ദിവസം വലിയ വർക്ക് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കല്ലെല്ലാം താഴെ നിന്ന് കയറ്റി കൊണ്ടുവന്ന് കെട്ടി വരുമ്പം നമുക്ക് ഒരുപാട് സമയം പോകുന്നുണ്ട്. പക്ഷേ എന്നാലും ഒരു മേസ്ത്രിയെ കൊണ്ട് ഒരു മേസ്ത്രിയുടെ വർക്ക് ഞങ്ങളവിടെ കാണിച്ചിരിക്കും. കാരണം അത് തെറ്റില്ലാത്ത രീതിയിൽ നല്ല രീതിയിലാണ് നമ്മളവിടെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വീടിൻ്റെ ഫ്രണ്ട് കുറച്ച് മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു എന്തെങ്കിലും ചെറിയൊരു മോഡലൊക്കെ വേണമെന്ന്. അപ്പം കണ്ടംപററി മോഡലിൽ ഫ്രണ്ട് ബോക്സൊക്കെ അടിച്ചാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു വർക്ക് എനിക്ക് കിട്ടാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ഞാൻ ചെയ്യുന്ന ഓരോ വർക്കുകളുടെ വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വർക്ക് ഇഷ്ടപ്പെട്ട്, അതായത് ഞങ്ങൾ ഒരു വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കും എന്ന് അവർക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ ഒരു ക്ലയൻറ്റ് നമുക്ക് ഈ ഒരു വർക്ക് തന്നത്. അപ്പോൾ അവരുടെ ഒരു വിശ്വാസം ഞങ്ങൾ തെറ്റിച്ചിട്ടില്ല. ഞങ്ങൾ നല്ല രീതിയിൽ, അതായത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളിവിടെ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഏകദേശം 750 സ്ക്വയർ ഫീറ്റിനകത്തുണ്ട് ഏരിയ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ടവറും ഉണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു വിശ്വാസം, കാരണം നമ്മളൊരു വർക്ക് എങ്ങനെ ചെയ്യുന്നു, നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇരിക്കും നമുക്ക് അടുത്ത വർക്കുകൾ കിട്ടുന്നത്. അല്ല രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ എങ്ങനെയെങ്കിലും ആക്കിയിട്ട് പോകുന്ന ആ ഒരു ഇതല്ല. നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഒരുപാട് സൈറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. കാരണം ചില ആൾക്കാർ പറയും ഒറ്റ ദിവസം കൊണ്ട് വീട് കംപ്ലീറ്റും തീർത്ത് കൊടുക്കാൻ പറയും, അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ ഇവർക്ക് ഇതിനെക്കുറിച്ച്